പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ഡെയിലി ബ്ലെസ്സിംഗ് ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വിശേഷാൽ പുതിയൊരു മാസത്തിന്റെ പുതിയൊരു ദിവസം കർത്താവ് നമുക്ക് നല്ല പ്രഭാതത്തിൽ ദാനമായിട്ട് നമുക്ക് നൽകി. നമ്മുടെ ആയുസ്സും ആരോഗ്യമെല്ലാം ദൈർഘിപ്പിച്ചു. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു മാസം ദൈവ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്ന മാസമായി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ചിലരോട് ദൈവം അറിയിച്ച വാഗ്ദാനങ്ങൾ, ചിലരോട് ദൈവം അറിയിച്ച ദൈവിക പ്രവചനങ്ങൾ, ദൈവശബ്ദം, അതെല്ലാം നിവർത്തീകരിക്കപ്പെടാൻ നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരാൻ, ചിലരുടെ ദർശനങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ ഈ മാസം കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ വലിയ ദൈവിക അത്ഭുതങ്ങൾ ഈ മാസം കാണും. വലിയ ദൈവ ശബ്ദം ഈ മാസം നിങ്ങൾ കേൾക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിലെ വലിയ മറുപടികൾ നിങ്ങൾ കാണുവാനായിട്ടിടയാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന ഒരുവനോട് ദൈവം അടുത്തു വരും. പ്രിയമുള്ളവരെ, വലിയ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഹൃദയത്തിൽ ഇട്ടിട്ട് നീറുന്ന മനസ്സുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതിനെല്ലാം പരിഹാരം ദൈവത്തിലുണ്ട്. നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ഭാരങ്ങളിൽ നിന്നൊന്ന് ഫ്രീ ആയിരിക്കാൻ ഈ മാസം ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരാളുടെ വിഷമം പറഞ്ഞാൽ പറയുന്നയാളുടെ വിഷമം ഒരാശ്വാസമായിട്ട് അയാളുടെ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കുവാൻ കഴിയുന്നത് പോലെയാണ്. എന്നാൽ ഭാരങ്ങൾ ഇറക്കി വെക്കുക എന്ന് മാത്രമല്ല, അതിനകത്ത് ഭാരങ്ങളുടെ നടുവിലിരിക്കുന്ന വിഷയത്തിന്റെ മേൽ മറുപടിയും കൂടെ നൽകി തരുവാനായിട്ട് ഇടയാകുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവത്തോടുള്ള പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ, നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ പകരാൻ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ പകരാൻ ഈ ദിവസങ്ങൾ ഇടയാകട്ടെ. വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കും. വലിയ മറുപടികൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നിത്യജീവൻ നൽകി തന്ന സ്വർഗത്തിലെ അവകാശികളാക്കി, സ്വർഗത്തിലെ ദൈവം യേശുവിന്റെ രക്തം കൊണ്ട് നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തോട് കൂട്ടായ്മയിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ച ആ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേലും അത്ഭുതങ്ങൾ ചൊരിയുവാൻ മതിയായവനാണ്. അതുകൊണ്ട് ഈ മാസം ദൈവത്തോട് അടുത്ത് ചെന്ന് പ്രാർത്ഥനയിൽ വലിയ വലിയ കാര്യങ്ങൾ, വലിയ മറുപടികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വാഗ്ദത്ത നിവർത്തി കാണുവാനും ഈ മാസം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പുതിയ വഴികൾ നിങ്ങൾക്കായി തുറക്കുന്നു. പുതിയ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കുന്നു. ശുശ്രൂഷകന്മാരായിരിക്കുന്നവർക്ക് സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കാനുള്ള പുതിയ വഴികളും വാതിലുകളും കർത്താവ് ദേശങ്ങളുടെ മേൽ തുറക്കുകയാണ്. വലിയ പ്രയാസങ്ങൾ ഇരിക്കുന്നവർക്ക് കർത്താവിന്റെ വലിയ അത്ഭുതങ്ങളെ കാണാനുള്ള വഴികൾ കർത്താവ് നിങ്ങൾക്കായി തുറക്കുകയാണ്. ദൈവത്തോട് അടുത്ത് ചെന്ന് നിങ്ങളുടെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. വലിയൊരു മാനസിക സ്ട്രെസ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എടുത്തു കളയാൻ പോവുകയാണ്. ചിലര് ഭയങ്കര സ്ട്രെസ്സായിട്ട്, വിഷയങ്ങളുടെ നടുവിൽ മെന്റലി സ്ട്രെസ്സായിട്ടിരിക്കുന്ന ചിലരോട് ഈ ദൈവത്തിന്റെ വചനം നിങ്ങളെ വലിയൊരു വിടുതലാക്കി തരാൻ, നിങ്ങളുടെ സ്ട്രെസ് മാറ്റി ഒരു സമാധാനം നിങ്ങൾക്കുണ്ടാകാൻ കർത്താവ് പ്രവർത്തിക്കാൻ പോവുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ഒരു പുതിയ മാസത്തിൽ വലിയൊരു ദൈവിക വാഗ്ദത്തം നിവർത്തി കാണാൻ അങ്ങ് ഇടയാക്കുന്നതിനായി സ്തോത്രം. ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന ഒരുവന്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരുവന് മഹാത്ഭുതങ്ങൾ കാണുകയും ദൈവ വാഗ്ദാനങ്ങളുടെ നിവർത്തീകരണം കർത്താവ് നൽകുകയും ചെയ്യാം. അതിനെന്തൊക്കെ ആവശ്യമാണ് ഒരു വാഗ്ദാനം നിവർത്തീകരിക്കാൻ, ദർശനങ്ങൾ പൂർത്തീകരിക്കാൻ, ആ എല്ലാ അനുഗ്രഹങ്ങളും നൽകി മാനിക്കാൻ കഴിയുന്ന ദൈവം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ദൈവരാജ്യത്തിന്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നിന്റെ മക്കളുടെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടാകട്ടെ. വലിയ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഇടയാകട്ടെ. എല്ലാത്തേക്കാൾ അധികമായി യേശുവിനെ ആഴമായി സ്നേഹിച്ച് ദൈവത്തോടടുത്ത് ചെല്ലുവാൻ പരിശുദ്ധ ദൈവം ഇടയാക്കിയാട്ടെ.
അത്ഭുതങ്ങൾക്കായി നന്ദി. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ച് ഹൃദയഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് സമാധാനത്തോടെ ജീവിച്ച് ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ കാണുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.